ഉരുൾപൊട്ടലുണ്ടായ വയനാടിനെ കൈപ്പിടിച്ചുയർത്താൻ ഒറ്റക്കെട്ടായി പോരാടുകയാണ് കേരളത്തിലെ ജനങ്ങൾ. ജീവൻ പോലും പണയം വെച്ച് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയവരും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നവർക്ക് തന്റെ ടെക്സ്റ്റൈൽസ് കടയിൽ മുഴുവൻ വസ്ത്രങ്ങളും നൽകിയ കരീമിനെ പോലുള്ളവരും ഹോട്ടലുകളിൽ സൗജന്യ ഭക്ഷണം നൽകുന്നവരുമൊക്കെയുള്ള നാടാണ് നമ്മുടേത്. കേരളത്തിലെ ജനങ്ങൾ ഒറ്റക്കെട്ടാണെന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പിഞ്ചു കുഞ്ഞുങ്ങളടക്കമുള്ളവരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത്. ഇതിൽ അച്ഛനെയോ അമ്മയെയോ ഒക്കെ നഷ്ടപ്പെട്ടവരുമുണ്ട്. ഇതിനിടയിൽ കുഞ്ഞുങ്ങൾക്ക് മുലപ്പാൽ വേണമെങ്കിൽ അറിയിക്കണേ, എൻ്റെ ഭാര്യ റെഡിയാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരാളുടെ സന്ദേശം സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഇടുക്കി ഉപ്പുതറ സ്വദേശി സജിൻ പാറേക്കരയുടേതായിരുന്നു ആ സന്ദേശം. ഇത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ വയനാട്ടിൽ നിന്ന് ഫോൺ കോളുകളെത്തി. പറ്റാവുന്ന അത്രയും വേഗത്തിൽ എത്തണമെന്നായിരുന്നു വിളിച്ചവർ പറഞ്ഞത്. ഇതിനു പിന്നാലെ സജിനും കുടുംബവും വയനാട്ടിലേക്ക് തിരിച്ചു. ഞാൻ 2 കുഞ്ഞുങ്ങളുടെ അമ്മയാണ്. അമ്മയില്ലാതാകുന്ന കുഞ്ഞുങ്ങളുടെ അവസ്ഥ എനിക്കറിയാം. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽസലാമ ഹൈ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ. അതുകൊണ്ടാണ് ഞാൻ ഇതിന് തയ്യാറായത്. ഭർത്താവിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പിന്തുണച്ചു. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ വയനാട്ടിലെ ക്യാമ്പുകളിലേക്ക്. ദമ്പതികൾക്ക് 4 വയസ്സ് പ്രായമുള്ള ഒരു കുട്ടിയും 4 മാസം പ്രായമുള്ള ഒരു കുഞ്ഞുമാണുള്ളത്. അതേസമയം വയനാട്ടിൽ തെരച്ചിൽ പുരോഗമിക്കുകയാണ്. മുണ്ടക്കയിൽ നിന്ന് രാവിലെ 3 മൃതദേഹങ്ങളാണ് ലഭിച്ചത്. ഇതോടെ ആകെ മരണസംഖ്യ 267 ഉയർന്നു. മണ്ണിനടിയിൽ കുടുങ്ങിക്കിടക്കുന്നവരെ കണ്ടെത്തുന്നതിനായി കരസേനയുടെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച 3 സ്നിഫർ നായ്ക്കൾ ബുധനാഴ്ച രാത്രിയോടെ ദുരന്തമേഖലയിൽ എത്തിയിരുന്നു. മണ്ണ് മാറ്റാനായി വലിയ യന്ത്രോപകരണങ്ങളും സ്ഥലത്തെത്തിച്ചിട്ടുണ്ട്. വെള്ളവും മണ്ണും കുത്തിയൊലിച്ച് 3 കിലോമീറ്റർ അകലെയുള്ള ചൂരൽമലയിലും കനത്ത നാശമുണ്ടായിട്ടുണ്ട്. ഒഴുകിപ്പോയ നിരവധി മൃതദേഹങ്ങൾ കിലോമീറ്ററുകൾക്കപ്പുറം നിലമ്പൂരിലെ നദിയിൽ നിന്ന് കണ്ടെടുത്തിട്ടുമുണ്ട്. ഉരുൾപൊട്ടലിന് പിന്നാലെ ചൂരൽമലയിൽ രക്ഷാപ്രവർത്തനം അതിവേഗം ആരംഭിക്കാനായെങ്കിലും മുണ്ടക്കയിൽ ദൗത്യം ആരംഭിക്കാൻ വൈകിപ്പോയി. മുണ്ടക്കയിലേക്കുള്ള പാലം തകർന്നതോടെ മറുകരയിലേക്കെത്താൻ വഴിയില്ലാതെയായി. ആദ്യ ദിനത്തിൽ ഹെലികോപ്റ്റർ വഴി എയർലിഫ്റ്റ് ചെയ്താണ് പരിക്കേറ്റവരെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. പിന്നീട് താൽക്കാലിക പാലം നിർമ്മിച്ചു. ഉറ്റവരെ അവസാനമായെങ്കിലും ഒരു നോക്ക് കാണണമെന്ന ആഗ്രഹത്തോടെ മേപ്പാടിയിലെ ആരോഗ്യ കേന്ദ്രത്തിൽ കൂടി നിൽക്കുന്നവർ അനവധിയാണ്. ദുരന്ത മേഖലയിൽ നിന്നും നിലമ്പൂർ മേഖലയിൽ പുഴയിൽ നിന്നും കണ്ടെത്തുന്ന മൃതദേഹങ്ങൾ എവിടെയാണ് എത്തിയിട്ടുള്ളത് എന്നറിയാനുള്ള വെപ്രാളത്തിൽ ആംബുലൻസുകൾ നിരന്തരം ഇവിടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഓരോ ആംബുലൻസ് എത്തുമ്പോഴും നിലവിളികൾ ഉയരുകയാണ്.